ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വിഷുക്കനിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പത്തിന് വേണ്ടിയിട്ട് 1/2 കിലോ പച്ചരി 4 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ, 8 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം കൂടി ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക. അടുത്ത ദിവസം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കലക്കി ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് മാവ് ആവശ്യത്തിനൊഴിച്ച് അപ്പച്ചെമ്പിലേക്ക് വെച്ച് 10 മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുക്കുക. നമുക്കിവിടെ മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കിട്ടണം, നല്ലൊരു ഈക്വൽ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് പുറത്തെടുത്ത് വെച്ച് ചൂടാറി കഴിയുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ചുറ്റിയെടുക്കുക. അതുപോലെ തന്നെ അടുത്ത സെറ്റപ്പും ഇങ്ങനെ തന്നെ തയ്യാറാക്കിയെടുക്കണം. നമ്മളങ്ങനെ ഇവിടെ 4 പ്ലേറ്റ് അപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ല ഈക്വൽ കൺസിസ്റ്റൻസിയിൽ വന്നത് കൊണ്ട് തന്നെ മാവൊന്നും അടിക്ക് പിടിക്കാതെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത സെറ്റപ്പും ഇതുപോലെ തന്നെ കറക്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്ത് തയ്യാറാക്കിയെടുക്കുക. അടുത്തതായിട്ട് നമുക്കിനി പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ വൻപയർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ബ്രൗണിഷ് കളർ വരുന്നത് വരെ ഇളക്കി ചൂടാക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 30 മിനിറ്റോളം എടുക്കും കേട്ടോ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഏകദേശം ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം നമ്മൾ വറുത്തെടുത്ത പയർ കഴുകി കുക്കറിലേക്ക് ഇടുക. പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് ഉണക്കലരിയാണ്. അതുകൂടി കഴുകി പയറിൻ്റെ കൂട്ടത്തിലേക്ക് ഇടുക. ആവശ്യത്തിന് അതിലേക്ക് വെള്ളമൊഴിച്ച് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് 3 സ്റ്റീം വരുന്നത് വരെ വേവിക്കുക. ഇനി നമുക്ക് ശർക്കര പാനിയാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ശർക്കര ഇവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം 2 തേങ്ങ എടുത്ത് ചിരവി പാലടിച്ചെടുത്ത് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് എടുത്ത് വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ പയർ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഉരുളി എടുത്ത് വെച്ച് അതിലേക്ക് വേവിച്ച പയറിടുക. അതിൻ്റെ കൂടെ തന്നെ 2-ാം പാലൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായി വറ്റി വന്നതിന് ശേഷം തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. നന്നായി ഇളക്കി തിളച്ച് കുറുകി വരുമ്പോൾ 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക.
നന്നായിട്ട് കുറുകി വരുമ്പോൾ 2 സ്പൂൺ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചിടുക. ഒട്ടും അടുക്കി പിടിക്കാത്ത വിധം നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിവിടെ എല്ലാം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു കണക്കിൽ തന്നെ എല്ലാം തയ്യാറാക്കാൻ നോക്കുക. നന്നായി വറ്റി വരുമ്പോൾ 1-ാം പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് സെറ്റാകുമ്പോഴത്തേക്കും നമ്മുടെ പായസം ഇറക്കി മാറ്റി വയ്ക്കുക. നമ്മളിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ച് 2 നട്ട്സും കൂടി വറുത്തെടുത്ത് പായസത്തിലേക്ക് ഇടുക. അങ്ങനെ നമ്മളുടെ വിഷുക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വിഷുവിന് മാത്രമല്ല കേട്ടോ, വൈകുന്നേരത്തെ പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. നമ്മുടെ ഇവിടെ വിഷുവിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വിഷു ഒപ്പം കഞ്ഞിയും കൂടി കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക വൈബാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സപ്പോർട്ട് ടു മൈ ചാനൽ. താങ്ക് യു.